ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ടെർമിനൽ ഡുവോ. നമ്മൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഡുവോ ആയിട്ടല്ല വന്നത്, സിംഗിളായിട്ട് സോളോ ആയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് പ്ലേ വേൾഡ് അല്ലേ, ഡ്രാഗൺ ബോൾ 2, സ്പഞ്ച് ബോബ്, സൂപ്പർമാൻ. What the? Yo guys, നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കും. സർവൈവൽ, എക്സ്പ്ലെയിൻ എല്ലാം. സുധി അണ്ണൻ്റെ ഒരു കട്ടക്കട്ട ഫാനാണ്. നമുക്കിത് നോക്കാം. ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇത് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണുള്ളത്. ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. പലവരും ഇതെന്താ പുതിയതാ? സൾഫർ കേവ് പുതിയതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയ ന്യൂ അപ്ഡേറ്റിൽ വന്നത്. ഇത് എനിക്കറിയാം. ഈ എന്തായാലും പല ഗോൾഡനോ ചെറിയ ബ്ലോസം എനിക്ക് ഇഷ്ടമാണ്. ചെറിയ ബ്ലോസം ഇതിലേതാ വേണ്ടി? വില്ലേജ് കിട്ടുകയാണെങ്കിൽ എടുക്കും. അതുകൊണ്ട് നമുക്ക് ഒരു വില്ലേജ് കൊടുക്കാം. അപ്പം എന്നിട്ട് ബോക്സ് വേണ്ട, കോർഡിനേറ്റ്സ് വേണം, ഡേയ്സ് വേണം. എന്താ വെച്ചാൽ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ നല്ല പാടാണ്. അതുകൊണ്ട് സാധാരണ പോലെയല്ല, നല്ല പാടാണ് ഇതിലിപ്പോൾ മൈൻക്രാഫ്റ്റിൽ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വില്ലേജിനെടുത്തത്. വില്ലേജ് ഉണ്ടാകുമെന്നൊന്നും അറിഞ്ഞൂടാ. ഇത് ഉഡായിപ്പാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ ഈ സീഡ്സൊക്കെ വർക്കിംഗ് ആണോ. ഓക്കെ, ചിലപ്പം വർക്കിംഗ് ആയിരിക്കും. ഈ ബാക്ക് കാണുന്നതാണ് സൾഫർ കേവ്. അതിൻ്റെ അപ്ഡേറ്റ് ആണ്. പിന്നെ ഇതുണ്ട്, എന്തോ ഒരു സ്ലൈം പോലത്തെ നമ്മൾ അടിക്കുമ്പോൾ തെറിച്ച് തോന്നും. അവിടെ ഇത് സ്ഥലമെങ്കിൽ ഞാനെങ്കിൽ നല്ല പരിചയമുണ്ട്. അവിടെ എങ്ങാനായിട്ടാണ് വില്ലേജ് ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെയല്ല അവിടെ എങ്ങാനാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഐലൻഡ് ഉണ്ടാവും. അത് തന്നെ അല്ലേ? അതല്ല അപ്പുറത്ത് വേറെ ഐലൻഡ് ഉണ്ട്. അതിലല്ലടാ, ഇതിലല്ലേ വേറെ. ഇതിൻ്റെ ചുറ്റിൽ വേറൊരു ഐലൻഡ് ഉണ്ടോ? ആടെയാണെന്ന് തോന്നുന്നു. ആടാ എനിക്ക് സീഡ് ഓർമ്മ ഉണ്ട്. ആടെയാണ് ഞാൻ പറഞ്ഞില്ലേ. സീഡ് എവിടെയൊക്കെ എനിക്ക് ഓരോ ഓർമ്മ ഉണ്ട്. ഇതെന്ന് പറട്ടെ, ഇതൊക്കെ ആവശ്യം വരും. ഒറ്റ വുഡ് പോലും മൈൻ ചെയ്തിട്ടില്ല. ഇപ്പോഴേക്കും വില്ലേജ് കിട്ടി. വില്ലേജ് സംഭവം കിട്ടിയതല്ല, സീഡ് കൂടിയാണ്. സീഡ് ഞാൻ അവിടെയൊക്കെ കണ്ടിത്. ഇവിടെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇവിടെ വുഡില്ലേ, മരമില്ലേ. അത് നമ്മൾ മുമ്പ് ഇത് നമുക്ക് ചെറിയൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വുഡുണ്ട്, പക്ഷേ ട്രീ അവിടെ ഉണ്ട്. കിഡ്ഗജ് വില്ലേജ്. അവിടെ അവന് ഏതാ ട്രേഡ് ചെയ്യാൻ നോക്കട്ടെ. എന്നാൽ അവിടെ ലോക്ക് ചെയ്യും. ട്രേഡ് ഏതാ ബുക്ക്? ഇത് കാണിക്കൂലേ ബുക്ക്? ഇതിനവിടെ ലോക്ക് ചെയ്തിടാം. ഇതിവിടെ ലോക്ക് ചെയ്തിടാം. ലോക്ക് ചെയ്യാൻ പോലും ഒന്നുമില്ല. 2 മണലെടുക്കട്ടെ, തോട്ട് മൈൻ ചെയ്തെടുക്കാം. എഴുതിയാ ആടാ മുമ്പിച്ച് ഇങ്ങനെ ഇറങ്ങി പോയി. 2 ആളും കയറുമ്പോൾ ലോക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരുത്തൻ ഇവിടെ ഉണ്ട്. കാര്യം ചെയ്യാം. മറ്റവനും കൂടി ഒന്നിങ്ങോട്ട് ആടാ വന്ന് ലോക്ക്. 2 ലാബറട്ടറീസ് തൊള്ളേ തന്നെ കിട്ടുന്നില്ല ഒന്നും. അപ്പം ഓക്കെ,
ഇതിൻ്റെ വീടാണ് ഗൈസ്, ഇതിൻ്റെ വീട്. 2 ലെക്ടോൺസിന് നമ്മൾ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത് അടക്കം ഉണ്ടല്ലോ, ലെക്ടോൺസിന് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രീഡിങ്ങിൻ്റെ പേടിക്കാനില്ല എന്ന് വിചാരിക്കാം. ബ്ലാക്ക് സ്മിത്ത് വട വല്ല കിടുകാച്ചി സാധനം തരണേ. ഇതെന്തോ ഓപ്പി 3 സ്പിയറും എത്ര 6 ഇതെത്ര 9 അയണും ഒരു. ഞാൻ വുഡ് മൈൻ ചെയ്തില്ല, മറന്നു. ഞാൻ വുഡ് മൈൻ ചെയ്തില്ല. അവിടെ ഈ പൂച്ചനെങ്കിൽ ഫ്രണ്ടാക്കണം, എനിക്ക് ഒരൊറ്റ വീഡിയോയിലും എനിക്കൊരു പറ്റുണ്ടാവില്ല. അവിടെ ഈ ചെടി എനിക്കറിയാം, മറ്റേ ലൈറ്റ് എത്തുന്ന ചെടി. അവിടെ അത് ലൈസാടാ, നൈസ് സാധനമാണ്. രാത്രി നൈസായി ലൈറ്റ് ഇങ്ങനെ കത്തിക്കണം. അവിടെ ഒന്നും ഇതില്ലേ, മീനില്ലേ? എനിക്ക് മീനേ വേണ്ടി. മീൻ അതാ മീൻ. പൊച്ചോ മീനോ, വിടവാടാ പൊങ്ങ്. സ്പിയറോണ്ട് എന്തായാലും മീനെ പിടിക്കാൻ നടക്കൂല. സ്പിയറോണ്ട് മീനെ പിടിക്കാൻ നടക്കൂല ഗൈസ്. എന്നെ കൊണ്ട് അവിടെ അടുത്ത് 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? ഉണ്ടടാ, 2 ഉണ്ട്. ഞാൻ ഓപ്പിയായി. ഞാൻ ഇതുവരെ ഒരു മരക്കഷ്ണം മുറിച്ചിട്ടില്ല. ഞാൻ 2 ഡേർട്ടും കുറച്ച് ഇതുമാണ് മുറിച്ചത്. ഐ ആം ഓപ്പി ബ്രദർ. ഞാൻ പോട്ടെ. ഡയമണ്ട്, ഐ ഗോട്ട് ഡയമണ്ട് അടുത്ത്. ബിക്കോസ് ഗൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കരയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓട്ടോ ഗൈസ്, ഒരു മരം പോലും മുറിക്കാത്ത ഞാൻ ഫുള്ളി ഡയമണ്ട് ആയി. ഫുള്ളി അയൺ ആയിട്ടില്ല, എന്നാലും എനിക്ക് ഇന്ത്യയിലിപ്പോൾ 9 അയൺ ഉണ്ട്. എനിക്ക് ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാം. പക്ഷേ ഐ ആം ഫുള്ളി അയൺ. ഞാൻ ഈ ഇലക്ട്രോണിങ് പൊട്ടിച്ചെടുക്കാൻ പോകുന്നു. നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ ബേസിക് പരിപാടികളൊക്കെ തീർത്താണ്. ഈ ബുക്ക് ഷെൽഫ് അവിടെ നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട് എൻജോയ്മെൻറ്റ്. ഇനിയും ഇതുണ്ടെന്ന് അറിയാം. നമുക്ക് ഈ സൈഡൊക്കെ ഉണ്ടാക്കാം വീട്. സ്പിയർ ഞാൻ ട്രൈ ചെയ്ത് നോക്കില്ല. എനിക്ക് പാടാം. എടാ മുറ്റത്തട്ടിന് ചത്തല്ലോ. അവിടെ ഇവിടെ ഫാമും ഉണ്ടല്ലേ. നമുക്കപ്പോൾ ഈ വീട് മെല്ലെ പൊളിക്കാം. നമുക്കങ്ങ് എടുക്കാം. സ്പിയർ 3 സ്പിയർ ഉണ്ടായിട്ട് കഴിയുമ്പോഴേ സ്ഥലമല്ലേ ഉണ്ടാക്കാനാ. റോഡായിപ്പോയി. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമുക്കൊരു ആക്സ്, ആദ്യം ഒരു വുഡ് വൈനാട്ടെ. എന്തായാലും ഇത് പൊളിക്കാനുണ്ടല്ലേ, ഞാൻ മീമൊന്ന് പൊളിച്ചെടുക്കാം. നമുക്ക് ഇവിടെ ആയിട്ടൊരു പേസ് അങ്ങ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ എൻജോയ്മെൻറ്റിങ്ങും പിന്നെ ട്രേഡിങ്ങും ഒക്കെ. ഓൾറെഡി 2 ലെക്ടേൺസിനെ അവിടെ പിടിച്ചല്ലോ. അതിനെക്കൊണ്ട് ഇനി വലിയ പാടുണ്ടാവില്ല എന്ന് കരുതാം. രാത്രി ആകുമ്പോഴാണ് പ്രശ്നം. നമുക്ക് കുറച്ച് ആൾക്കാരെ ഇവിടെ വെക്കണം, എന്താക്കണം, അടച്ചു വെക്കണം. അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ ചാവുകയൊക്കെ ചെയ്യും. അയോണാക്സ് ഞാൻ ഫുഡനൊന്നും ഉണ്ടാവില്ല, ഫുള്ളി അയോണാക്സൊക്കെ അത്രേ ഉള്ളൂ. ഇവിടുന്ന് പൊളിച്ച് മാറ്റുന്നതാണ് ഏറ്റവും വലിയ പണി. ട്രോഫി നമുക്ക് എടുക്കുക. ആദ്യം നമുക്ക് ഒന്ന് പൊട്ടിച്ചോളാം. വുഡ് കിട്ടുമല്ലോ കുറേ. ഞാൻ മരത്തുമ്പോൾ നല്ല ആദ്യത്തെ വുഡ് മൈൻ ചെയ്ത്, അതാണ് ഏറ്റവും വലിയ ഫിറ്റ്. എന്തായാലും പിക്കാറുണ്ട്, പേടിക്കാനില്ല.
ഗായ്സ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനിയും വീഡിയോസ് ഇടയിൽ ഇനി കണ്ടിന്യൂ ആണോ നിങ്ങൾ പറയുക. നിങ്ങളെ സജസ്റ്റൻസും ആടാ ഉമ്പി ആ തുമ്മം വരുന്ന തുമ്മ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം വേണോ വേണ്ടേലും. നമുക്ക് ഫ്രീ ഫയറും തറ അങ്ങ് പൊളിച്ചിട്ടുണ്ട്. പാവണ്ടാവും. താരതായാലും മാപ്പ് ചോദിക്കുക. നമുക്ക് നമ്മുടെ വീടിന് ഇനി ഫ്രെയിമേ ഉള്ളൂ. ആ ഫ്രെയിമും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ആ റൂഫും എല്ലാം എടുക്കാം. പാവണ്ടാവടാ. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. മോചാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നമ്മളങ്ങ് പൊളിച്ച് ബാനിയാണ് മതി. നല്ല വൃത്തിയുണ്ട് ഇങ്ങനത്തെ വീട്. ചെറുതാണെന്നേ ഉള്ളൂ. നമുക്ക് ഈ ചെറുത് പറ്റില്ലല്ലോ തീരെ. ഈ ആന വലിപ്പമില്ലേ അങ്ങനത്തെ. എനിക്ക് ഈ ബിൽഡിങ്ങിൽ വലിയ തല ഇല്ല കേട്ടോ. എന്നെക്കൊണ്ട് കളിയാക്കരുതെന്നേ പറയാനുള്ളൂ. എനിക്കിഷ്ടമാണ് ബിൽഡ് ചെയ്യാൻ. പക്ഷേ എനിക്ക് വലിയ തല ഇല്ല ഇവർ. എന്ന് വെച്ചാൽ ഈ സുധിയണ്ണൻ്റെ ഒക്കെ ബിൽഡിങ് കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ തല കറങ്ങും. ആ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞാനിത് നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഞാനിത് പെട്ടെന്ന് മൈൻ ചെയ്ത് ഫ്യൂ എന്നും പറയുക. അപ്പോൾ നമ്മളിതൊക്കെ മൈൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു ഡേയും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോഴേക്ക് നൈറ്റും ആയിട്ടുണ്ടായി. 1 ഡേ അറ്റ് മൈ ഒരു ഡേ ആയിട്ടുണ്ട് നമ്മളെ ലെറ്റ്സ് പ്ലേ ഓൾഡ്. നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണം അല്ലേ. ഇവിടെ ഉണ്ടല്ലേ അങ്ങോട്ട് കുറേ വീടുണ്ടല്ലേ. ഇവിടെയൊക്കെ ജീവികൾ കുറേ ഉണ്ട്. ഇവിടെ കുറേ വീടുണ്ടടാ. നമുക്ക് കുറച്ച് സീരിയസ് അബൌട്ട് ദിസ് ബ്രോ. ഈ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഹെയ്ബിൾ എത്ര ഉണ്ടടാ ഹെയ്ബില്. ജീവികളൊന്നും കൊന്നാളുണ്ട്. നമുക്കിവിടെ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇത് തുടങ്ങുന്നു. ഫാം വേണ്ട കഴപ്പ് പൊട്ടിച്ച് ഇതുണ്ട്. ഞാൻ ചെയ്തത് തെറ്റ്. നമ്മളിവിടെ നിന്ന് പൊട്ടിച്ച് നമ്മളിവിടെ തിരിച്ച് വെക്കാം. അല്ലേ നമ്മൾ ചെയ്ത തെറ്റാണ്. വാടാ നൈസ്. ഹെയ്ബൽ എത്ര എണ്ണം കിട്ടി? 17 എണ്ണം കിട്ടി. നമ്മൾ ബേസ് ഉണ്ടായിരുന്നു. ബേസ് ഉണ്ടാക്കണം മറന്നു. കുറച്ച് വില്ലേജ് ഹൗസിനെ ട്രാപ്പ് ചെയ്യാം. ഇവനവിടെ കൊടുക്കാം. ഇവൻ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. 3 വില്ലേജസ് ട്രാപ്പായിട്ടുണ്ട്. അയൻകോളത്തിനെ കൊല്ലാണ് ഗൈസ്. അയൻകോളം അവിടെ നിന്നോട്ടെ. പക്ഷേ മൂപ്പര് നമുക്കൊരു താങ്ങാണ് അല്ലേ. അതാണ് ഇതിലേതാ ഉണ്ട്. 3 എമറാൾഡിന് അയാൻ കൊടുത്ത എമറാൾഡ് കിട്ടൂലേ. ഇപ്പനാ ഞാൻ ഇവിടെ ഒന്ന് ഡോക്സ് ചെയ്യാം. കോപ്പർ കൊടുത്താൽ കിട്ടുമല്ലോ അല്ല. ഇതിന് കോഡ് കൊടുത്താൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മെല്ലെ അടയ്ക്കാൻ വരാം. ಮತ್ತೆ എന്നോട് എനിക്കൊരു വൈരാഗ്യമില്ല. എന്നാലും ഇനി ഇവിടെ കുടുങ്ങാൻ പോകുന്നു. ഞാൻ എന്നോട് ട്രേഡ് ചെയ്യും. അതിനെ കൊണ്ടാട്ടോ, വേറൊന്നും വിചാരിക്കില്ല. അപ്പോൾ കുറച്ചൊന്നുള്ളിൽ കയറുമ്പോൾ അപ്പോൾ ഒറ്റയുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളെ ചെക്കൻ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ ആ സൗണ്ട് ചെറുതായിട്ടൊന്ന് കേൾക്കും. അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൊണ്ട് ഇവന് നമ്മൾ കോള് കൊടുത്താൽ ഒടിയോ പറയാണ്ട് തല്ലിപ്പോയി. 15 കോളൊക്കെ കൊടുക്കണം. നമ്മൾ മൈനിങ്ങിന് പോകുമ്പോൾ കോള് കുറേ കിട്ടുമെന്ന് വിചാരിക്കല്ലേ. എന്തല്ല സുഖല്ലേ. അടിച്ചാൽ ഇങ്ങനെ എന്താ കൂട്ടിയിട്ട് തല്ലുന്നറിയാം. അതിനെ കൊണ്ട് തല്ലൂല.
ഓക്കെ, നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. വുഡാക്കിയിട്ട് റീപ്ലേസ് ചെയ്യാം. അവിടെ ചെങ്ങായി നീങ്ങ അത്ര ഒരുത്തന്നെ അവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഓനെ ട്രേഡ് ചെയ്യാൻ പറ്റും കാര്യമായിട്ട്. അല്ലേ ഓനെ മറ്റേ ഇത് കൊടുക്കാനല്ലേ, മറ്റേതെങ്ങനെ ഉണ്ടാക്കല്, അതിൻ്റെ പേരെന്ന് ലക്ടോണോ അല്ല ലക്ടോണോ ആടാ ഇവിടെ ക്രോപ്പുക കളി തന്നെയല്ലേ. ആടാ വുഡുണ്ടോ? വാടാ ഇതുണ്ട്. ഇതോടെ നിന്ന് എടുത്ത് മാറ്റാം, എനിക്ക് ആവശ്യം. അത്യാവശ്യം ആയുണ്ട്. നമ്മൾ വീടായിട്ട് വീടുണ്ടാക്കാൻ പോകണം. 1 2 3 4 മതി. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ വെറുതെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയേക്കാൻ പോവാണ്. 1 ബ്ലോക്കിൻ്റെ കൂടി ഇത് വെക്കാം. എന്നിട്ട് 2 3 4 ഇത് വിൻഡോ ആക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്നിട്ട് സ്റ്റെയർ കേസ് ഇഷ്ടം പോലെ. അതാ അതിലും വലുത്. അത് തന്നെ എന്തൊക്കെ ആയി വരുന്നുണ്ട്. പഠനേ എന്തൊക്കെ ആയി വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാനത്ര പ്രോ ഒന്നും അല്ല ബിൽഡിങ്, എന്നെക്കൊണ്ട് ക്ഷമിക്കുക, അത്രേ പറയാവൂ. ഇതെന്താ വെറുതെ കഴപ്പ് ഓരോന്ന് കൊണ്ടുവച്ചിട്ട് വെച്ചു കൊടുക്കും. വെറുതെ ഇങ്ങനെ നോട്ടെ അങ്ങനല്ല അങ്ങനെ. ഒരു വിൻഡോ റെഡി. ഗ്ലാസ് ആടാ ഒരു പണിയും എടുക്കണ്ട, സുഖം. സ്റ്റെപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം കിട്ടിയെന്നോ? 8 എണ്ണമൊക്കെ മതി. ഇത് രസമല്ല വിചാരിക്കുന്നു, രസമുണ്ട് വിചാരിക്കുന്നു. മൈനയാണ്, ഇനിയും വുഡ് മൈനയാണ്. ബെർച്ച് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്താൽ ബെർച്ച് യൂസ് ആവില്ല, എന്നാലും ഇതിനും യൂസ് ആവില്ല. പക്ഷെ നമുക്ക് മറ്റേനെടുക്കാം, ചെറുത് മൈന. മറ്റേയൊക്കെ വള്ളിയാണ്. ഇതുവരെ ഞാനിത് മൈൻ ചെയ്തില്ലേ. ആ പ്രശ്നം നമുക്ക് ഇതാക്കാലോ, വെച്ച് കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു വല്ല ജോബിയും വരിക ആളിനെ കണ്ടിട്ട്. ഈ ബോർഡിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ജാക്സ് ഇപ്പോൾ തന്നെ 20 കുറച്ച് പ്ലാങ്കാക്കി മാറ്റാം. മതി. മറ്റേ ബേർച്ച് പ്ലാങ്ക് കഴിക്കിട്ട് ഇവിടെ എൻട്രി ആക്കാം. സാധനം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത തീർത്ത സാധനത്തിനൊക്കെ എറിഞ്ഞാണോ. ഇത് വൻ വെറുപ്പീരാടാ, ഫുള്ള് ഇൻവെൻ്ററി നിറയ്ക്കും. ഇതൊക്കെ ഞാൻ
എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് വെക്കാൻ പറ്റും. അല്ലാണ്ട് എനിക്കൊന്നും ആക്കാനില്ല. സോറി ഗായ്സ്, നമ്മളെ വെറുപ്പിനൊന്നും പറഞ്ഞൂടാ. എന്തായാലും സാധനമൊന്നും തീർക്കാണ്ട് വെച്ചു. ഓ സമാധാനം. ഞാൻ ഈ സാപ്ലിങ്സ് ഒക്കെ ഒന്ന് എടുത്തോട്ടെ. ഇങ്ങനെ സാപ്ലിങ്സ് കിട്ടിയോ? ഓ കിട്ടിയെന്ന് തോന്നുന്നു. സാധനത്തിൻ്റെ സാപ്ലിങ് വേണ്ടി എടാ 4 കിട്ടിയില്ലേ. എല്ലാം ഇവിടെ നട്ടാൻ കൊടുക്കും. പിന്നെ ഒരു മരവും ഇല്ലാണ്ട് ഇതിന് പ്രശ്നം. ഓക്കെ ഫുൾ സെറ്റ്. പിന്നെ ഇവിടെ അവിടെ കൊണ്ടുപോയി കിട്ടി ഒന്നും കൂടി കിട്ടി. ഇതന്നെ മതി. നമ്മൾ 3 മൈനി 4 വെച്ചത്. ഓക്കെ നമുക്ക് ഇനി ബാക്കി പണിയെടുക്കാം. ഒന്നും പോരെ ശരിക്കും റീഫ്രഷ് ചാടണം ഇത്ര ആഗ്രഹമുണ്ട്. സോറി ബർച്ചെ, എനിക്ക് അല്ലേലും ബർച്ച് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തോ ബിൽഡിങ്ങിലൊരു വൈബ് ഉണ്ടാവില്ല. എന്തുണ്ടല്ലേ ഉണ്ടായി വിട. ബെഡ് കൈമലുണ്ട്. ഒരു ക്ലച്ചാവാവില്ലേ? രാത്രി ആയിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലച്ച്. ഓക്കെ നമ്മൾ രണ്ടാമത്തെ നൈറ്റും സ്പെൻഡ് ചെയ്തു ഗൈസ്. അത്ര ഉള്ളൂ. കമോൺ. ഒന്ന് 2 3 4 5 1 2 3 4 5 1 4 5 6 7 തോന്നുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ബെഡ് ഇവിടെ ആയിട്ടായിരിക്കും വരിക. എന്നെക്കൊണ്ട് മിഡിലൊരു വിൻഡോ കഴുപ്പ് ഇനി വുഡില്ലേ ഇവിടെ അങ്ങനെ വെക്കുക. ഇങ്ങനെയായോ കഴിഞ്ഞിട്ട്? അല്ലല്ലോ എനിക്ക് അങ്ങനെ അറിയൂ. വൻ കഴപ്പാണല്ലോ. വേഗം ബിൽഡ് ചെയ്യാതായി. എനിക്കിതാണ് ഇഷ്ടമല്ലാത്തത്. ഇടക്കിടക്ക് ഇങ്ങോട്ട് പ്രാന്തടിയും. ഇത് ചെറുതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെഡ്റൂമിന് സൈഡായതുകൊണ്ട് ഇച്ചിരി ചെറുതാക്കി. ആ സൈഡും നമ്മൾ ഈ സെയിം വലുപ്പത്തിലാക്കി. ഒന്ന് 2 3 4 5 5 കറക്റ്റ്. എന്നിട്ട് ഇവിടെ സ്ട്രിപ്പ് ലോക്ക് അങ്ങനെ കറക്റ്റല്ലേ? കറക്റ്റാണെന്ന് തോന്നുന്നു. അവിടെ എത്ര ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്രേ ഉള്ളൂ. വാടാ നൈസ്. ഇറ്റ്സ് കമ്മിങ് ടുഗെദർ ഐ തിങ്ക്. സ്ക്രിപ്പ് ചെയ്യാത്ത ലോഗുണ്ട്. അതിനെക്കൊണ്ട് ഇതെടുത്തിട്ട് ആദ്യം ഇവിടെ ഇങ്ങനെ കൊടുക്കുക. തിങ്ക് മൈ വുഡ് ഈസ് ഫിനിഷ്ഡ്. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് ലോഗ് വേണമെന്നില്ല. ഇതങ്ങ് പ്ലാഗ് ആക്കി കളയാം. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ തന്നെ സെയിം കൊടുക്കുക. എന്നിട്ട് ലോഗ് എടുത്തിട്ട് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് വണ്ടോർ അല്ലേ? കിട്ടി 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 കിട്ടി. യു അഗെയിൻ ചടുക്കും. അതെ, ഞാൻ ഉമ്മാട്ട് തരൂട്ടോ. കുറെ നേരമായി നമ്മൾ ഈ പണിയെടുക്കുന്നു. ഇപ്പോൾ ഊളും പൊളിക്കണം. ഭ്രാന്ത് പിടിക്കുന്നു. എന്താപ്പത്? ഒരു വീടുണ്ടാക്കാൻ അത്രയും കഷ്ടപ്പാട്. ഇനിയാണ് സ്ലാബിൻ്റെ കളി. സ്ലാബാണ്. അങ്ങനെ മാട്ട് വൈബുണ്ട് തോന്നുന്നു. ഇനി അവിടെ ഡോർ നമ്മളൊരു പൊളിച്ചെടുത്തൊരു ഡോറാണോ ഉണ്ടായി. നമ്മളെല്ലാം വേസ്റ്റ് വെച്ചുണ്ടാക്കണം. വാടാ നൈസടാ. ഇനിയാണ് പണിയുള്ളത്. മറ്റേ സാധനം ഉണ്ടാക്കണം. കഴിഞ്ഞിട്ടില്ല മക്കളെ, കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട്. ചില്ലറ പണിയൊന്നല്ലേ. ഇപ്പോൾ തന്നെ വിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താക്കും? ഗൈസ്, നമുക്ക് ബിൽഡ് ചെയ്യാം. അതിന് വുഡ് വേണ്ടി വരും. കൊബിൾസ്റ്റോൺ മതി. എവിടെ കൊണ്ട് വെക്കുന്നു? എവിടെ ഞാൻ വെക്കുന്നത്? വിട വെക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കി വിടാം. റോപ്പ് വൻ പണിയത്. എന്തേലും തെറ്റിയാലാണ് പ്രശ്നം. ഇനി അപ്പുറത്തും പോണല്ലേ? നമുക്ക് നല്ല വെച്ച് പോവാം. ഇവിടെയൊക്കെ നല്ല സുഖമായിരിക്കും. ബട്ട് ആദ്യം നമുക്ക് മൈൻഡ് ചെയ്താളാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മുറ്റം വെച്ചാൽ മതി സംഭവം. പക്ഷെ ഞാൻ കഴപ്പാക്കിയതാണ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഒരു കോപ്പർ സ്റ്റോൺ കൂടി വെക്കുക. ഇവിടെ ഒന്ന് ഒറ്റൊന്നും കൂടി. കൈ. ഇനി നമുക്ക് പോയി ഉണ്ടാക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യും. ഇപ്പം നിലത്ത് വീണ ചാവും. എന്തൊക്കെ ആയി വരുന്നുണ്ട് തോന്നുന്നു. കുറച്ച് ഫുഡല്ല വേണ്ടി. ഫുഡില്ലല്ലോ. 4 എണ്ണം ഉണ്ടാക്കാനതേ ഉള്ളൂ. ഇതൊക്കെ എന്താക്കിയ ഗ്യാസ് ഇപ്പോൾ പൊട്ടു. വൻ കഴപ്പ്. അതൊക്കെ എന്താടാ വൃത്തികേടാക്കിയേക്കുന്നു. ഞാൻ തന്നെ അതൊക്കെ വെച്ച്. പക്ഷേ നമുക്കൊന്ന് ഇങ്ങനെ ആക്കാം. ഒരു 9 കിട്ടിക്ക്. 9 മതിയാവുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഒരു മരം കൂടി ഉണ്ടായി. നമുക്കത് മുറിച്ച് നോക്കാം. നമുക്കപ്പം 13 ഉണ്ട്. ഇതിനെക്കൊണ്ട്
കുറച്ചും കൂടി ഉണ്ടാക്കിയാൽ അധികം ഉണ്ടാക്കിയാൽ പിന്നെ യൂസ്ലെസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ കയറുക. അപ്പോൾ ഇത് 3 പോരാ, ഒന്നും കൂടി വലിയ കൊബിൾ സ്റ്റോണൊക്കെ ഒന്ന് മൈൻഡായിട്ടെ. ഒറ്റയുണ്ട് ഗായ്സ്, നമ്മളെ വെറുതെ ലാഗ് അടിപ്പിക്കുന്നത്. ഞാൻ ഈ വീടിൻ്റെ പണി തീർത്തിട്ട് പിന്നെ റൂഫിൻ്റെ കാണിച്ചു തരാം കുറച്ച്, എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തീർത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ തന്നെ പണി തീർത്ത് വരാം ഗായ്സ്, വരാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂഫിൻ്റെ പണി തീർത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് കുറച്ച് വേണം, ഈ സൈഡിൽ കുറേ കൊടുക്കാണ്ട്, പിന്നെ മുകളിൽ അവിടെയും അപ്പുറത്തും, പിന്നെ മുകളിൽ നമ്മൾ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി സാൻഡ് മൈൻ ചെയ്ത് തരാം, എന്നിട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ചെറുതായിട്ടൊന്ന് പണിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസും പിന്നെ റൂഫും ചെയ്തിട്ട്, റൂഫ് നമുക്കിവിടെ അറ്റം മുറിച്ചാൽ മുകളിലാണ് ഈ ഫർണസും സെറ്റപ്പൊക്കെ ചെയ്യാൻ പോകുന്നു. മുകളിൽ ഗ്ലാസ് വെക്കാനുണ്ടല്ലേ. നമുക്ക് 3 ലെയർ മതിയോ? മതിയും തോന്നുന്നു. മതി 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 അല്ല മതി പൊട്ടിച്ചാ പൊട്ടിക്കാൻ പറ്റൂലല്ലേ. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ. സ്ലാബ് എടുത്ത് തിരിച്ചിവിടെ വെക്കാം. അതെ, ഇനി എവിടെ കൂടെ കയറുന്നാണുള്ളതാണ്. ഇവിടെ കൂടി കയറിയാലോ? ഇവിടെ അല്ല, ഇവിടെ കൂടിയ കയറാൻ പറ്റില്ലാന്നാണ് തോന്നുന്നത്. ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്, അറിയില്ല. ഉണ്ടോ? ഇവിടെ ഒന്ന് മൈൻ ചെയ്യേണ്ടി വരും. ഗൈസ്, ഞാൻ ഇതൊന്ന് റെഡിയാക്കി വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം നമ്മൾ തീർത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കയറി ചെല്ലുക, ഇങ്ങനെ എടുക്കുക, കയറുക. നൈസായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കണം. രാത്രിയാണ് അയ്യോ, ഇത് ആക്സ് ഇല്ലാത്ത പ്രശ്നം. ഒരു ആക്സ് ഉണ്ടാക്കണം നമുക്ക്. ഫുഡും കുറവാണ്, ഫുഡില്ല. ഞാനിപ്പം വുഡും മൈൻ ചെയ്ത് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ഇത് ഇൻറ്റീരിയർ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് മുകളിലേക്ക് കയറിയാൽ നമ്മളിവിടെ ചെസ്റ്റ് കുറവാണ്, എന്നാലും നമുക്ക് ഇവിടെ കുറച്ച് ഇത് കൊണ്ടുവച്ച് നോക്കാം. കുറേ സാധനമുണ്ട്, കൈ മൊത്തം ഫുള്ളാണ്. വാല്യുബിൾസ് അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഇതിൽ കൊണ്ടുവച്ചിട്ട് ലഡും സ്പിയറൊക്കെ ഇതൊക്കെ ബിൽഡിങ്ങിന് ആവശ്യം വരും. കൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കഴിഞ്ഞ് പിടിക്കാം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെയാണ് വേസ്റ്റ് സാധനങ്ങൾ. നമ്മളെ വേസ്റ്റൊക്കെ ഇതിൽ തട്ടിക്ക്. ഇനിയും ഉണ്ട് വേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലായിരിക്കും നമ്മളെ വാല്യുബിൾസ് വരിക. ഡയമണ്ടും ഇതും ഈ 3 സ്പിയറും എനിക്ക് സ്മിത്തിൻ്റെ കിട്ടിയ 3 ഇവിടെ വീട്. എന്നിട്ട് നമുക്ക് ഇതും വെച്ചിട്ട് നമുക്ക് നല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഷോട്ടും ചെയ്യാം ഗൈസ്. അപ്പം ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെൻറ്ററി കാണാൻ ഒരു രസമുണ്ട്. അപ്പം ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ട് ഇത്രയും ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇനിയും ഇപ്പോൾ വീഡിയോ അതിൻ്റെ പിന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യണം, എന്നിട്ട് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വിട്ടോ അല്ലെ വെട്ടിയാൻ പോകുന്നതാണ്. വിട്ടോ വിട്ടോ. അപ്പോൾ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ടെർമിനൽ ഡുവോ.